ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം 2-3 ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന പാൽക്കോവ മിഠായിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ എടുക്കുന്നത് 1 ലിറ്റർ പാല്, ഒരു 1/4 കിലോ പഞ്ചസാര, അതായത് 250 ഗ്രാം പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, പിന്നെ കുറച്ച് ബദാം. അത് ഓപ്ഷണലാണ്, ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു കടായി, അതല്ലെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കുക. അതിലേക്ക് നമ്മൾ 1 ലിറ്റർ പാല് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഫുള്ളിലിട്ട് കൊടുക്കാം. ഫുള്ളിലിട്ട് കൊടുക്കുക മാത്രമല്ല, നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. സൈഡിൽ പറ്റി പിടിച്ച് വരുന്ന പാലെല്ലാം ഇതിലേക്ക് ആക്കി കൊടുക്കണം. തിളച്ച് പൊങ്ങുകയാണെങ്കിൽ സിമ്മിലിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ. 25 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള ഒരു സ്റ്റേജാണിത്. ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, പാനിൻ്റെ അടിയിലൊന്നും പിടിക്കാതെ നോക്കണം. ഈ സമയത്ത് നമുക്കിതിൽ ബദാമോ കാഷ്യൂസോ അതല്ല പീനട്ട്സോ എന്തെങ്കിലുമൊക്കെ നമുക്കിതിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഏതാണ്ട് 3/4 മണിക്കൂറോളം നമ്മൾ നല്ല ഫുൾ ഫ്ലെയിമിൽ ഇതൊന്ന് പറ്റിച്ചെടുക്കേണ്ടതാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ നെയ്യും ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ നോൺ സ്റ്റിക്ക് തവയിലായതുകൊണ്ടാണ് നമ്മൾ ഫുൾ ഫ്ലെയിമിലിടുന്നത്. അതല്ല സാധാരണ ഒരു പാനിലാണ് നമ്മളിത് പറ്റിച്ചെടുക്കുന്നതെങ്കിൽ ഇത്രയും ഫ്ലെയിം കൂട്ടിക്കൊടുക്കരുത്, കാരണം അടിയിൽ പിടിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതാണ്ടൊക്കെ നമ്മുടെ പാൽക്കോവ പറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. മാത്രമല്ല ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, കാരണം പെട്ടെന്ന് അങ്ങ് കട്ട പിടിച്ചു പോകും. സൈഡിൽ നിന്നൊക്കെ നന്നായി ഒന്ന് വിടിയിച്ചെടുക്കണം. ഇത് നമുക്ക് പാലിന് പകരം മൈദയും നെയ്യും കൂടിയും ചേർത്തും ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ പാൽപ്പേടയുടെയൊക്കെ ആ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുക. ഇത്ര ടൈറ്റായിരിക്കില്ല. ഇതിപ്പോൾ നമ്മുടെ ഒരു ഭയങ്കര ഒരു ച്യൂയിങ്ങം പോലെ ഉള്ള അവസ്ഥ പോലെ ആയിരിക്കും. ഇതിന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഗ്രീസ് ചെയ്ത പാത്രത്തിലേക്ക് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ സമയത്ത് നല്ല ചൂടായിരിക്കെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ പാത്രത്തിലേക്ക് പകർത്താനായിട്ട്. ഇനി നമുക്ക് ഈ ബബിൾസൊക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കളയാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്. ശരിക്കും നമുക്ക് പറഞ്ഞാൽ ബേക്കറിയിൽ നിന്നൊക്കെ നമ്മളൊരു കാഡ്ബറീസ് ചോക്ലേറ്റ് അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനൊക്കെ വളരെ ഗുണമാണിത്. കാരണം ഇത് പാലും ബദാമും നെയ്യും മാത്രമാണ് ഇതിലുള്ളത്, പഞ്ചസാര അല്ലാതെ വേറെ ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഉണ്ടാക്കി നമ്മളൊരു കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് കഴിക്കാം. എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ. ഇനി നമുക്കിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇത് നന്നായി തണുത്ത് വരും തോറും നല്ല കട്ടിയുള്ള ഒരു ചോക്ലേറ്റ് പോലെ ആയിത്തീരും. ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു മിഠായിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക മാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് ഓർത്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.